നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയുമൊക്കെ വലിയ തോതിൽ വോട്ട് നേടിക്കൊണ്ട് അധികാരത്തിൽ മാറി മാറി വന്നതിന് പ്രധാനമായ കാരണം മണ്ഡൽ കമ്മീഷൻ രൂപീകൃതമായതിനു ശേഷമായിരുന്നു. മണ്ഡൽ കമ്മീഷൻ എത്രത്തോളം അവിടെ ശക്തമായി ജനതാദൾ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയധികം ശക്തമായി ദൃഢമായി തന്നെ അവർ മാറി മാറി ഭരിച്ചു. മായാവതി ഏറ്റവും ഒടുവിൽ അവിടെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം എന്നത് 2007 മുതൽ 12 വരെയാണ്. 2007 206 സീറ്റ് 403 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ നേടിയാണ് BSP അധികാരത്തിലേക്ക് വന്നത്. എന്നാൽ ഇന്ന് നിയമസഭയിൽ BSPക്ക് ആകെ ഉള്ളത് ഏക നിയമസഭാ സാമാജികൻ. ലോക്സഭയിൽ കഴിഞ്ഞ തവണ 10 സീറ്റുകൾ കിട്ടി. അതിന് കാരണമായത് സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും നിതാന്തമായ പരിശ്രമം. എന്നിട്ട് ആ കോൺഗ്രസിനെയും ആ സമാജ്വാദി പാർട്ടിയുമാണ് പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് അവരെ പരമാവധി താറടിക്കാനും അവർക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്താനും അവരെ എല്ലാവിധത്തിലും തോൽപ്പിക്കാൻ വേണ്ടി BJPയെ സഹായിക്കാനും ഒക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥികളെ ഇറക്കിയത്. അതിൻ്റെ ഫലമോ BSPയുടെ വോട്ട് ഗണ്യമായി കുറഞ്ഞു. 15-16% വോട്ടുകൾ മാത്രമായി BSPയിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ച. എങ്ങനെ പോയാലും 22-23% ലഭിക്കുമായിരുന്ന സാഹചര്യത്തിൽ നിന്നും ഗണ്യമായ ഈ കുറവ് വന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി എന്ന് മാത്രമല്ല, ഇത് BSPയുടെ ഒരു ചിരകാല തകർച്ചയ്ക്ക് കാരണമായി. മായാവതി കാൻഷിറാമിൻ്റെ പാർട്ടിയെ BJPക്ക് മറിച്ചു വിറ്റു എന്ന് BSPയിലുള്ളവർ തന്നെ പറഞ്ഞ് അവരുമായി സലാം പറഞ്ഞിറങ്ങി. മതേതരവാദികൾ ഒട്ടും പൊറുക്കാത്ത ഒരു തെറ്റ് എന്ന് തന്നെ പറയേണ്ടി വരുന്ന രാഷ്ട്രീയ നിമിഷം. ആ BSP ഇപ്പോഴും 80 ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ BJPയെ സഹായിക്കാനായി സ്ഥാനാർത്ഥികളെ ഇറക്കുകയാണ്. പക്ഷേ ഇക്കുറി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒരുമിച്ച് കെട്ടുറപ്പോടുകൂടി എല്ലാ രീതിയിലും ഇത്തരത്തിലുള്ള ഗിമിക്കുകളെ എതിർക്കാൻ വേണ്ടി തന്നെ തീവ്രമായി നിൽക്കുകയാണ്. BSPയുടെ സ്ഥാനാർത്ഥികൾ ആര് തന്നെ ആയിരുന്നാലും അവരിലേക്ക് വോട്ട് ഒന്നും തന്നെ ഒഴുകി പോകാതിരിക്കാനുള്ള തീവ്രമായ ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നാക്കക്കാർക്കും കർഷകർക്കും ദളിതർക്കും വേണ്ടിയൊക്കെയാണ് ഈ പാർട്ടി നിലകൊള്ളുന്നതെന്ന മായാവതിയുടെ പഴഞ്ചൻ സിദ്ധാന്തം ഇനി ഈ നാട്ടുകാരുടെ ഇടയിൽ ചിലവാവുകയില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് കടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ BSP എന്ന പാർട്ടി ഒരു സംസ്ഥാന പാർട്ടി പദവി പോലും ലഭ്യമാകാത്ത രീതിയിൽ ഒരുപക്ഷെ അപ്രത്യക്ഷമാകാൻ എല്ലാവിധത്തിലുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു ബൈപോളർ ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. അതായത് സമാജ്വാദി പാർട്ടി വേഴ്സസ് BJP ആയിരിക്കും 60ഓളം ലോക്സഭാ മണ്ഡലങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത്. 20 സീറ്റുകളിൽ അവിടെ സമാജ്വാദിയുടെ സഖ്യ കക്ഷികൾ മത്സരിക്കും. അതിൽ ഏകദേശം 12ഓളം സീറ്റുകളിൽ കോൺഗ്രസ് എന്ന രീതിയിലേക്കാണ് രാഷ്ട്രീയപരമായി മാറ്റം വന്നിരിക്കുന്നത്.